റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കൊച്ചി കയർ ബോർഡ് ഓഫീസിനെതിരെ ഗുരുതര തൊഴിൽ പീഡന പരാതി. സെക്ഷൻ ഓഫീസർ ജോളി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ജോളി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ചെയർമാൻ, സെക്രട്ടറി, അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്നിവർക്കെതിരെയാണ് കുടുംബം പരാതി നൽകിയത്. മെഡിക്കൽ റിപ്പോർട്ട് അവഗണിച്ച് ആന്ധ്രയിലെ രാജമുദ്രിയിലേക്ക് സ്ഥലം മാറ്റിയെന്നും മെഡിക്കൽ ലീവിന് ശമ്പളം നൽകിയില്ലെന്നും പരാതിയുണ്ട്. തൊഴിൽ പീഡനം നേരിടുന്നുവെന്ന് കാണിച്ച് ജോളി കേന്ദ്രമന്ത്രിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു. നമുക്ക് ആദ്യം പ്രതികരണമൊന്ന് കേട്ടുവരാം. എൻ്റെ സഹോദരി ഒരു ക്യാൻസർ സർവൈവറാണ്. 2016 ക്യാൻസറിന് വേണ്ടിയിട്ട് ഈ അമൃത ഹോസ്പിറ്റലിൽ തന്നെ സർജറിയും കഴിഞ്ഞു, ബ്രസ്റ്റ് റിമൂവലും കഴിഞ്ഞു, അതിൻ്റെ കീമോതെറാപ്പിയും കഴിഞ്ഞു, അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഫോളോ അപ്പ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ 2024 ഒരു പകുതി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നൊരു രാജാമന്ത്രി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഒരു ഫീൽഡ് വർക്കിന് വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ഫർ ഓർഡർ വന്നിരിക്കുന്നു. ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റ് പറയുന്ന ചില കാര്യങ്ങൾ അത് ചെയ്തു കൊടുക്കുന്നില്ല, അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഫയലിൽ ഒപ്പിട്ട് കൊടുക്കുന്നില്ല, അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ കയർ ബോർഡിനകത്ത് ഒത്തിരി കറപ്റ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സുണ്ട്. അവർ വളരെ ഇൻഫ്ലുവൻഷ്യൽ പൊസിഷനാണ്. അപ്പോൾ അവരുടെ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി അവർ കാണിക്കുന്ന കോൺട്രാക്റ്റിനകത്തുണ്ടാകുന്ന ചില മിസ് അഡ്ജസ്റ്റ്മെൻറ്റുകളും മറ്റുമുണ്ട്. അവരുടെ പ്രീതിക്ക് ഇഷ്ടമല്ലാതെ നിൽക്കുന്ന ആൾക്കാരെ ഇൻകൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കൾച്ചറാണ് കയർ ബോർഡിൽ പൊതുവെ ഉള്ളത്. അപ്രതീക്ഷിതമായിട്ടൊരു സുപ്രഭാതത്തിൽ 56 വയസ്സുള്ള ഒരാളോട് പറയുകയാണ്, രാജമുന്ദ്രി എന്നുള്ള സ്ഥലത്ത് പോയി ഫീൽഡ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യണം എന്ന് പറയുകയാണ്. ഈ ക്യാൻസർ സർവൈവറാണെന്നുള്ള കാര്യം അവർക്ക് അറിയില്ലായിരിക്കും. നമുക്ക് എല്ലാവരെയും ഒന്ന് അറിയിക്കാമെന്ന് പറഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട് എടുത്ത് കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ആ റിപ്പോർട്ട് അവർ റിജക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇതല്ല നിങ്ങളുടെ റിപ്പോർട്ട് ഞങ്ങൾക്ക് ആണ്ടാന്ന് പറഞ്ഞു. അവരുടെ തന്നെ മെഡിക്കൽ ബോർഡിന് എറണാകുളത്തെ ജനറൽ ഹോസ്പിറ്റലിൽ വിട്ടു. അവിടുന്ന് അവർ റിപ്പോർട്ടിൽ അവർ പറഞ്ഞു, ഈ സ്ത്രീയെ ഒരു കാരണവശാലും ഇവിടുന്ന് പുറത്തേക്ക് വിടണം. അത് അക്സെപ്റ്റ് ചെയ്യേണ്ടതിന് പകരം അവർ അത് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. കഴിഞ്ഞ 5 മാസമായിട്ട് സാലറി ഇല്ലാതെയാണ് വീട്ടിലിരിക്കുകയാണ്. മെഡിക്കൽ സപ്പോർട്ടോടുകൂടി ലീവ് എടുത്ത സമയത്ത് ഇവർ സസ്പീഷ്യസ് സർക്കംസ്റ്റൻസസ് എന്ന പശ്ചാത്തലത്തിൽ ഇവർ തന്നെ എറണാകുളം DMO ഓഫീസിൽ മെഡിക്കൽ ബോർഡിനോട് മെഡിക്കൽ ഒപ്പീനിയൻ ചോദിക്കുകയും മെഡിക്കൽ ബോർഡ് ഇവരൊരു ക്യാൻസർ സർവൈവർ ആയതുകൊണ്ട് ഇവർക്ക് ഇവിടുന്ന് ഈ ഹോസ്പിറ്റലിൽ 2016 ഓൺകോളജി അന്ന് മുതൽ ഓൺകോളജി ട്രീറ്റ്മെൻറ്റും ഇപ്പോൾ ന്യൂറോ ട്രീറ്റ്മെൻറ്റിലുമാണല്ലോ അവർ ഇവിടെ തന്നെ ഉണ്ടാകേണ്ടത് അവരുടെ ചികിത്സയ്ക്കും ആരോഗ്യത്തിനും കുടുംബ പശ്ചാത്തലത്തിനും ആവശ്യമാണെന്ന് ഉള്ള തരത്തിലാണ് DMO ഓഫീസിൽ നിന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് കൊടുത്തതായിട്ടാണെന്ന് മനസ്സിലാക്കുന്നത്. അതൊക്കെ അവർ പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ടുള്ളൊരു നിലപാടാണ് ഇവർ മാനേജ്മെൻറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലേബി, ഗുഡ് മോർണിംഗ്. ലേബി, എന്താണ് ജോളിയും ഈ കയർ ബോർഡും തമ്മിലുള്ള തർക്കം? എന്തുകൊണ്ടാണ് ജോളിയെ ഈ രാജമുദ്രിയിലേക്കൊക്കെ 56ാമത്തെ വയസ്സിൽ ഒരു ക്യാൻസർ സർവൈവറിന് ഒരു തരത്തിലുള്ള മാനുഷിക പരിഗണനയും ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്തത്? ഇപ്പോൾ തൊഴിൽ പീഡനമാണെന്ന് പറയുമ്പോൾ ഈ പറയുന്ന വിവരങ്ങൾ കേട്ടാൽ അത് യഥാർത്ഥത്തിൽ തൊഴിൽ പീഡനത്തിന്റെ നിർവചനത്തിൽ വരും, അല്ലേ ലേബി? ഡോക്ടർ അരുൺ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അന്ന സെബാസ്റ്റിന്റെ മരണ വാർത്ത വന്ന സമയം മുതൽ കൊച്ചിയിലെ കയർ ബോർഡ് ഓഫീസിൽ നിന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ഇത്രയും ക്രൂരമായ തൊഴിൽ പീഡനത്തിന്റെ വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മളുടെ അടുത്ത് തന്നെ പല ഉദ്യോഗസ്ഥരും ഈ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ അവരാരും ഈ ഉന്നത ഉദ്യോഗസ്ഥരെ ഭയന്ന് ഇത് മീഡിയയ്ക്ക്, നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ തയ്യാറായില്ല. നമ്മൾക്കൊരു തെളിവിന്റെ അല്ലെങ്കിൽ ഇത് ബോധ്യപ്പെടുത്തേണ്ടതിന്റെ അപര്യാപ്തത കൊണ്ട് മാത്രമാണ് ഇത്രയും നാളും ഇത് റിപ്പോർട്ട് ചെയ്യാതിരുന്നത്. ഇപ്പോൾ ഈ ജോളി മധു അതീവ ഗുരുതരാവസ്ഥയിൽ തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് അമൃത ആശുപത്രിയിലെ വെന്റിലേറ്റർ സഹായത്തിൽ തുടരുകയാണ്. അവരുടെ കാര്യം പറയുകയാണെങ്കിൽ സോണൽ ഡയറക്ടറായി വിരമിച്ച എക്സ്റ്റൻഷൻ വാങ്ങിച്ച കയർ ബോർഡ് സെക്രട്ടറിയുടെ അധിക ചുമതല വഹിച്ച ജിതേന്ദ്രകുമാർ, ചെയർമാന്റെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന വിപുൽ ഗോയൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇൻചാർജ് എബ്രാഹിം സിയു, പുതിയ സെക്രട്ടറി അരുൺ ജ്ഞാനശീലൻ, ഇവരെല്ലാവരും ചേർന്ന് നടക്കുന്ന ഒരു ലോബിയിങ് ആണ് കൊച്ചിയിലെ കയർ ബോർഡ് ഓഫീസ്. ഇവിടെ അതിക്രൂരമായ തൊഴിൽ പീഡനം പുതിയ കഥയല്ല. നിരവധി പേർ ഇവിടുന്ന് VRS എടുത്ത് പേടിച്ചു പോയിട്ടുണ്ട്. ഇത് സമാനമായ സാഹചര്യത്തിൽ രക്തസ്രാവത്തെ തുടർന്ന് ഇവിടെ നിന്ന് വിട്ടുപോയ ഒരാൾ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട്. ഇവിടെ ജോളി മധുവിന്റെ കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് അനഭിമതയാകുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇവരുടെ ഈ 4 പേരുടെ ഇംഗിതത്തിന്, ഇവരുടെ ഒരു അഴിമതിയുടെ കൂത്തരങ്ങെന്ന് പറയാൻ സാധിക്കും കയർ ബോർഡിന്റെ എല്ലാ കേന്ദ്രങ്ങളും. കൊച്ചിയിലെ ഓഫീസ് പ്രത്യേകിച്ച് ഇവരുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാതിരിക്കുക, ഇവർ പറയുന്ന ഫയലിൽ ഒപ്പുവെക്കാതിരിക്കുക, ഇവരോട് എന്തെങ്കിലും ഒരു
മറുവാക്ക് പറയുക, ഇവരുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക, ഏതെങ്കിലും രീതിയിൽ ഈ രീതിയിൽ ഒരു നിലപാട് സ്വീകരിച്ചാൽ അവരെല്ലാം ഈ അനഭിമതരുടെ പട്ടികയിലേക്ക് പോവുകയാണ്. ഇവരെ പ്രീതിപ്പെടുത്തുന്നവർക്കല്ലാതെ ഈ ഓഫീസിൽ തുടരാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇത് കുറേ കാലമായി നമ്മൾ അറിയുന്നത് കൊണ്ടാണ് ഇത്ര ഉറപ്പോടുകൂടി പറയുന്നത് ഡോക്ടർ അരുൺ. ഈ 4 പേരുടെയും ഈ ഒരു ഏകാധിപത്യപരമായ നിലപാടാണ് കൊച്ചി കയർ ബോർഡിലെ ഓഫീസിലുള്ളത്. ഇപ്പോൾ ജോളി മധുവിന്റെ കാര്യമാണെങ്കിൽ കഴിഞ്ഞ 6 മാസമായി ഇവരുടെ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഇവരുടെ ഭർത്താവ് പെട്ടെന്ന് മരിച്ചുപോയി. 2 ചെറിയ കുട്ടികളാണുള്ളത്. ഇവർ ക്യാൻസർ അതിജീവിതയാണ്. ഇവരുടെ മുഴുവൻ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇവർ രേഖാമൂലം സമർപ്പിച്ചു. എന്നിട്ട് അത് പരിഗണിക്കാതിരുന്നപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒരു മെഡിക്കൽ ബോർഡ്, കയർ ബോർഡ് തന്നെ വെച്ചു. മെഡിക്കൽ ബോർഡും ഇവർക്ക് അനുകൂലമായ റിപ്പോർട്ട് നൽകി. ഇവർക്ക് ഇതെല്ലാം ഗണിച്ചുകൊണ്ട് ഇവരെ ആന്ധ്രാപ്രദേശിലെ ഉൾഗ്രാമത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇത് പറ്റാത്ത സാഹചര്യത്തിൽ ഇവർക്ക് തുടർ ചികിത്സകളെല്ലാം അമൃത ആശുപത്രിയിലാണ് ക്യാൻസറിന്റെ. ഇവർക്ക് പോകാൻ വയ്യാത്ത സാഹചര്യത്തിൽ ഇതിന്റെ എല്ലാം രേഖാമൂലമുള്ള റെക്കോർഡ് നൽകിയിട്ടും ഇവർ അംഗീകരിച്ചില്ല. അതിനുശേഷം ഇവർക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവർ മെഡിക്കൽ ലീവ് എടുത്തു. ഈ മെഡിക്കൽ ലീവ് എടുത്ത 6 മാസക്കാലവും ഇവർക്ക് ശമ്പളം നൽകിയിട്ടില്ല. ഏറ്റവും ഒടുവിൽ പുതിയതായി ചുമതലയേറ്റ സെക്രട്ടറിയോട് വന്ന് പരാതികളെല്ലാം പറഞ്ഞപ്പോൾ ഈ പീഡനം നടത്തിയവരോട് ചെന്ന് ക്ഷമ ചോദിച്ചിട്ട് വരൂ എന്നുള്ള ക്രൂരമായ മറുപടിയാണ് ഇയാൾ നൽകിയത്. അതേ തുടർന്ന് ഇവരൊരു ഡയറി കുറിപ്പ് എഴുതി വരികയായിരുന്നു. എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒരു ഡയറി കുറിപ്പ് എഴുതുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത്. അതേ തുടർന്നാണ് ഇവരെ കഴിഞ്ഞ 31 രാത്രി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം ഗുരുതരാവസ്ഥയിലാണ് ജോളി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലേബി, ഈ കയർ ബോർഡിലൊക്കെ എന്താ നടക്കുന്നത്? കയർ പിരിക്കുന്നതിന് പകരം തൊഴിലാളികളെ പിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. വലിയ സമ്മർദ്ദത്തിലാക്കിയതുകൊണ്ടായിരിക്കും അവർക്ക് ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ. ഒരു ക്യാൻസർ സർവൈവറാണ്, 56 വയസ്സുണ്ട്. അവരെ ആന്ധ്രാപ്രദേശിലെ ഒരു ഫീൽഡ് ഓഫീസറായിട്ട് അയക്കുക, അതും അമൃത ആശുപത്രിയിൽ അവർക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് രേഖാമൂലം കാണിച്ചതിന് ശേഷവും ഇത്ര മനുഷ്യത്വരഹിതമായി പെരുമാറണമെന്നുണ്ടെങ്കിൽ കയർ ബോർഡിലിരിക്കുന്ന ആളുകൾക്ക് ഈ തേങ്ങയിലെ ഈ വലിയ ചിരട്ടയുണ്ടല്ലോ അതിനേക്കാൾ വലിയ മനസ്സാണ് എന്നാണ് നമുക്ക് പറയേണ്ടി വരിക.